السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. ഔഫ് മീഡിയത്തെ പുതിയൊരു ക്ലാസ്സിക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ആൾമാർ കേട്ട വിഷയമായിട്ടിക്കർ പഠിക്കണു ചൊല്ല ആഗ്രഹമുള്ള വിഷയം കൂടിയായിട്ടിക്കർ ഇണ്ടത്തെ നന്റെ വിഷയം നാഗദോഷത്തെ സംബന്ധമായിട്ട് നാനൊരു വീഡിയോ ആക്കിയിട്ടിന്ന്. മാഷാ അല്ലാഹ്, അതെല്ലാവരും ഷെയറാക്കിയാറ്, എല്ലാവരും കേട്ടാറ്, കുറേ സബ്സ്ക്രൈബും ആക്കിയാറ്. അതേപോലെ ഇനിയും ഓരോ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ എന്താക്കണോ, ആ ക്ലാസ്സിനെ ഷെയറാക്കുക നോക്കണം. അതുമാത്രമല്ല, എൻ്റെ ക്ലാസ് ആരെങ്കിലും വീഡിയോ നോക്കിക്കൊണ്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഔഫ് മീഡിയ ചുള്ള ചാനൽ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പമേ ആ റെഡ് മാർക്കിൽ കണ്ട് സബ്സ്ക്രൈബ് നിങ്ങൾ ഒത്തോറും. അതിലൊട്ടിಗೆ ബെൽ ബട്ടണും കൂടിയുള്ളൂ, അതും ഒത്തോറും. കാരണം ഞാൻ എടുക്കുന്ന ഇമ്പോർട്ടൻ്റ് ക്ലാസ് ഞാൻ എടുക്കുന്നത് മൈന് വിഷയമായിട്ടിക്കർ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വിഷയം കൂടിയായിട്ടിക്കർ. അപ്പം അങ്ങനത്തെ വിഷയം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്പപ്പയത്ത് ಅದಕ್ಕಾയിട്ടിക്കರ ನಾ ಚೊಳ್ಳಿ. ചില ആൾമാർക്ക് സബ്സ്ക്രൈബ് ബട്ടൺ ഒത്തുകു ഗൊന്തിക്കല, സബ്സ്ക്രൈബ് ആക്കുക ഗൊന്തിക്കല. ഉസ്താദ് ചൊല്ലിട്ട് സബ്സ്ക്രൈബ് ആക്കണുണ്ട്. എങ്ങനെ ബാവ ഈ സബ്സ്ക്രൈബ് ചൊല്ലത് ആക്കറേ ചൊന്നിട്ട് ടെൻഷൻ ആവണ്ട. നിങ്ങളൗത്തുല് നിങ്ങളെ മക്കയിക്കൂ, നിങ്ങളെ ഫ്രണ്ട്സ് മാറിക്കൂ. അങ്ങലയിൽ കേട്ടെങ്കിൽ അങ്ങ് ചെന്തണ്ടാറ് ഈ ബട്ടൺ ഒത്തോറു, ഈ ജാഗക്ക് കൈ ഒത്തോറു ചൊന്നിട്ട് കാട്ടാറ്. അത് മാത്രമല്ല, എൻ്റെ വീഡിയോ കാണ്ടെ ಅದರ ಕೀಳು ಸಬ್ಸ್ಕ್ರೈಬ್ ಅಂಚೊಂದು ಚೋಂದೆ ಅವರು ಎಂಪ್ಲಾಯ್ ಇಟ್ಟಿട്ട് അതിലെഴുതിയത് അതേ ഒത്തിയങ്ങ് അപ്പോൾ ഒരു ബെല്ലിടെ ഫോട്ടോ പണ്ട് അതിൽ ക്ലിക്കാക്കിയങ്ങ് അത്രേ സ്വറവില്ലേ. അപ്പം നിങ്ങൾക്ക് നല്ല നല്ല വിഷയമല്ല അപ്പപ്പ എത്തിറ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും പഠിക്കണം വെച്ചുള്ള ആഗ്രഹം. കുറേ ആൾമാർക്ക് ഒരു ഡൗട്ടും കൂടിയുണ്ട്, കേട്ടോണ്ടിക്കറാറ്. കുറേ ആൾമാർക്ക് കണ്ടോണ്ടിക്കറ്. ഈ പാമ്പുടക്കിനാവ് കാണ്ടേ, പാമ്പുടക്കിനാവ് ഉച്ചിറക്കിനാവെല്ലാം കാണ്ടേ ഭയങ്കര പേടിയാവും. ഓർക്ക ഉച്ചെല്ലാം ഞങ്ങളെ വന്നിട്ട് കൊത്തുരെ, ഞങ്ങളെ മേലില് വല്ലാത്തവരു പേടിപ്പാട്ടിര രംഗത്തിലിക്കരെ. അതുമാത്രമല്ല, ഞങ്ങളെ ഓടുപാട്ടിയോണ്ട് പണ്ട് ഞങ്ങളെ കിടക്കല് ഉച്ചു, അല്ലെങ്കിൽ ഞങ്ങളെ മക്കളെ ഉച്ചു കടിക്കരെ, അല്ലെങ്കിൽ ആരെങ്കിലും ഉച്ചു ഉപദ്രാക്കരെ. റാസി ഉച്ചു വന്നിട്ട് പാമ്പ് വന്നിട്ട് കൊത്തുകു പണ്ടേ. അതിനെ കണ്ടിട്ട് ഓടി എത്ര എത്തില്ല, പേടിച്ചിട്ട് വിറച്ചിട്ട് ഞങ്ങൾ യശാറത്താവിട. നോക്കുമ്പോ ഞങ്ങൾ കട്ടിലും ഇക്കറ. ഇങ്ങനത്തെ എല്ലാം പേടിപ്പാട്ടിരക്കിനാവും ചിലതെല്ലാം കാണ്ടു. അപ്പൊ ഉച്ചിര കിനാവ് കണ്ടെങ്കിൽ എന്തിരെ, പാമ്പിടെ കിനാവെല്ലാം കണ്ടെങ്കിൽ പേടിക്കേണ്ട അഗത്യം ഉണ്ടാ. പാമ്പിടെ കിനാവെല്ലാം കണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമുണ്ടാ. അത്ര വലിയ സീരിയസ് ആക്കേണ്ട ആവശ്യമുണ്ടാ. പാമ്പിടെ കിനാവ് കണ്ടെങ്കിൽ എന്തിറായിട്ടിക്കർ അതിരെ തഴബീർ അതെല്ലാം ചൊല്ലുടെ ഒരു വീഡിയോ ആയിട്ടിക്കർ. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഉപകാരമുള്ള വീഡിയോ ലാസ്റ്റ് തോളം കേൾക്കണവാ. ഏതാവട്ടെ, ഈ കിനാവ് ചൊല്ലത് ഞങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കണായേ. കിനാവ് ചൊല്ലതുള്ളത് അത് ഇല്ലാണ്ട് ചൊല്ലുക. ഞങ്ങൾ എത്ര ചൊന്നെങ്കിലും കിനാവ് ഇല്ലാണ്ട് ചൊല്ലുക. അവിടെ കിനാവ് ഉണ്ട്, ഉറങ്ങെങ്കിൽ ഗൊന്താവും കിനാവ് കാണ്ട ഇല്ലേ. കിനാവ് വർക്കിലെ കാണ്ട, അല്ലാണ്ട് എച്ചറയിക്കുമ്പോ കിനാവ് കാണ്ട. ചില ആൾമാർ യശാർത്തിക്കുമ്പത്തുകും കറക്റ്റ് ഉറങ്ങാണ്ടിക്കുമ്പത്തുകും കിനാവ് കാണ്ടാറ്. എന്തെല്ലാം കണസ് കാണ്ടില്ല. നക്ക് അങ്ങനെ വേണു, നക്ക് ഇങ്ങനെ വേണു, നക്ക് ബസ് വേണു, ലോറി വേണു, ഫ്ലൈറ്റ് വേണു, നക്ക് ബംഗാറ് വേണു, നക്ക് നല്ല മാപ്പിള വേണു, നക്ക് നല്ല പെഞ്ഞായി വേണു. നല്ല നല്ല കിനാവല്ല കാണ്ടാറ്. അത് കിനാവല്ല, അത് വർക്കിടെ കിനാവല്ല. അതിങ്ങനെ ആശയിട്ടിക്കറ്. ഏതാവട്ടെ, അള്ളാഹു ഹലാലായ ആഗ്രഹങ്ങളെല്ലാം അള്ളാഹു സഫലീകരിച്ച് തരട്ട്. അപ്പൊ കിനാവുടെ സംബന്ധിച്ച് അത് ഉള്ളത്
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ല് ചിലാൽമാര് ഈ കിനാവു കണ്ടേ ചൊല്ലത് വല്ലാത്ത ഒരു പേടിപ്പാട്ടെ കിനാവും കാണ്ട് കുശിരെ കിനാവും കാണ്ട് അതിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തുൽ കിറാമുടെ വിളിച്ച് ചെന്നാറ് ഇദാ റഅ അഹദുകുമുർ റഅയ ഓ സ്വഹാബ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു കിനാവ് കണ്ടെങ്കിൽ ആ കിനാവ് കൊണ്ട് യുഹിബ്ബുഹ ഫഇന്നമാ ഹിയ മിനല്ലാഹ് ആ കിനാവ് കൊണ്ട് നിങ്ങൾക്ക് കൊസിയായിട്ട് വിചാരിക്കാം ഒരു കിനാവ് കണ്ടെത്ത് ആ കിനാവ് കണ്ടാൽ പിന്നെ കൊസിയായിട്ട് പേടിച്ചിട്ടില്ല കൊസിയായിട്ട് വിചാരിക്കാം എന്നെങ്കിൽ ഫഇന്നഹാ ഹിയ മിനല്ലാഹ് അത് അള്ളാഹുടെ ഭാഗത്തിൽ നിന്നുള്ള കിനാവായിട്ടിക്കറ്. കാരണം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നതുപോലെ അമ്പിയാക്കന്മാർക്ക് ഒരു സന്ദേശത്തെ വഹിയിലൂടെ അറിയിച്ചുകൊണ്ടിരുന്ന അള്ളാഹു ഒരു മുന്നൊരു പണ്ട് വിഷയമല്ല സന്ദേശം അള്ളാഹുടെ വഹി മുഖേന അംബിയ മുർസലീങ്ങൾക്ക് വഹി മുഖാന്തര ഓരോ വിഷയ ഗൊന്തായുണ്ട്. അതേപോലെ സാമാന്യ ആൽമാർക്ക് ഹൈറായ ആൽമാർ സാമാന്യ നല്ല ആൽമാർക്ക് ആ കിനാബിലൂടെ ചില വിഷയം അള്ളാഹു തിരിച്ചു കൊടുക്കുന്നുണ്ടായിട്ടിക്കർ. കിനാവിലൂടെ നല്ല നല്ല വിഷയം കിനാവിലൂടെ തെരീക്കറ്. നിങ്ങൾ നോക്കറോ ബാങ്ക് ചൊല്ലത് 5 വക്ത് നിസ്കാരത്തും ബാങ്ക് വിളിക്കൽ സുന്നത്തുണ്ടല്ലേ. ആ ബാങ്ക് ചൊല്ല ആ ലഫ്ദുണ്ടല്ലേ ബാങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ഇതെല്ലാം ഉണ്ടല്ലേ ഹയ്യാല സ്വലാ ഇതെല്ലാം എങ്ങനെ പൊന്തായേ അത് കിനാവുലായിട്ടിക്കറ്. സ്വഹാബിമാർക്ക് കിനാവ് കണ്ടത്. അപ്പൊ കിനാവിലൂടെ അള്ളാഹു അറിയിക്കൽ ചില വിഷയങ്ങൾ. അപ്പൊ ഹൈറായ വിഷയം ഒരു കിനാവ് കണ്ടെങ്കിൽ അതിനെ നങ്ങ അർത്ഥാക്ക അത് മിനല്ലാഹ് അള്ളാഹുടെ ഭാഗത്തിൽ നിന്ന് വന്നത്. അതേ സമയത്ത് ഒരാൾക്ക് ബെടക്ക് കിനാവ് കണ്ടെത്ത് അതിൽ ടെൻഷനായിട്ട് ബെടക്ക് വിഷയത്തിൽ വന്നിട്ടാകുമ്പത്തുകു ടെൻഷനായിട്ട് പേടിപ്പാട്ടെ കിനാവല്ല കണ്ടെത്ത് എന്നാൽ ഫൈന്നഹാ ഹിയ മിനശ് ശൈത്വാൻ അത് ശൈത്താന്റെ ഭാഗത്തിൽ കണ്ടതായിട്ടിക്കറ് ശൈത്താനായിട്ടിക്കറ്. അള്ളാഹു ശൈത്താനിക്ക് കഴിവ് കൊടുത്തിട്ടു കിനാവിലൂടെ ശൈത്താണ് ഞങ്ങളെ പേടിപ്പാട്ടിയത് നട്ടം തിരിച്ചത് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ ചുരുക്കി ചൊന്നെങ്കിൽ ഒരു നല്ല കിനാവ് കണ്ടെങ്കിൽ അതിനർത്ഥം അത് അള്ളാഹുടെ ഭാഗത്തിൽ നിന്ന് വന്നത്. നല്ല മനസ്സുകളെ കൊശി പണ്ട് കിനാവ് കൊശി പലതും ഉണ്ടു. ഹറാമായ കൊശി ഉണ്ടു. ഒരു പാലക്കാരെ കിടന്നിട്ടാകുമ്പോൾ നല്ല സുന്ദരി പെണ്ണ് വന്നിട്ട് മങ്ങേലാവിടെ പോലത്തെ അല്ലെങ്കിൽ ഒരു സുന്ദരി പെണ്ണ് വന്നിട്ട് മുണ്ട്രക്കിനാവ് കണ്ടെങ്കിൽ അത് ഹറാമായ കിനാവ് അത് ശൈത്താന്റെ ഭാഗത്തായിട്ടിക്കറ്. നമുക്ക് വടക്ക് മനുഷ്യന്മാർക്ക് കൊശിയാവും. അത് നല്ലങ്ങ കിനാവ് കാണല നല്ലങ്ങ അങ്ങനത്തെ കിനാവ് കാണല. അതുപോലെ ഒരാൾക്ക് നല്ല പൈസ പണ്ടൊരാൾക്ക് പൈസ കിട്ടിയ കിനാവ് കണ്ടെത്തുക മാപ്പിള പെഞ്ഞായി ഒറ്റയ്ക്ക് കടന്നിട്ടിരിക്കുമ്പോ മാപ്പിളക്ക് ആശ ജാസ്തി പൈസമേ ചിന്ത 24 ഗಂಟೆ പൈസ ആക്കണോ എങ്ങനെ പൈസ ആക്കണോ ഏത് രൂപത്തിൽ പൈസ ആക്കണോ ആരെ പിന്നെ മങ്കാക്കിട്ട് പൈസ ആക്കണോ ഇങ്ങനെ പൈസ 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 ഇങ്ങനെ ഓർത്ത് കിടന്നിട്ടാകുമ്പോ സുബ്ഹാനല്ലാഹ് കിനാവുlo നല്ല ലക്ഷക്കണക്കിൽ പൈസ നിറച്ചിട്ട് ഓണുകു കിട്ടിയ കിനാവ് കിട്ടിട്ടാകുമ്പോ അവനുക്ക് കോശിയിൽ ജാവ് ഗേഞ്ചിട്ട് പെഞ്ഞായിടയിൽ ചൊന്ന നന്റെ പിർസാത്തെ പെഞ്ഞായി നിക്ക് നന്റെ ഭാര്യ കൊശിയല്ലേ പെഞ്ഞായിക്കടെ എന്തേ ഭാര്യ കൊശിയിലുള്ളാറ് പെഞ്ഞായിയുടെ വന്തിച്ചോളുടെ നക്ക് കൊറേ പൈസ കിട്ടിത്ത്. അപ്പോ പെഞ്ഞായിക്ക് നല്ല വർക്കിലുള്ള അവൾ ചൊന്ന അർജന്റ് ഒന്ന് പോയിട്ട് ബാങ്കിൽ ഇടറുണ്ട് ചൊന്നാല് അപ്പോ ഓൺ കേക്കരെ ഓറപ്പെട്ട ഓൻ കേക്കരെ അല്ല ഈ 12 ജാവു ആടെ ബാങ്ക് തുറന്നിട്ടുള്ളേ ഇടകു സുബ്ഹാനല്ലാഹ് ഇങ്ങനത്തെ കിനാവ് അതെല്ലാം കിനാവായിട്ടിക്കറ്. അപ്പോ നല്ല കിനാവ് ഇതെല്ലാം കൊശിയുണ്ട്. പക്ഷെ ഇതെല്ലാം ദുന്യാവിടെ കിനാവ് ഇതെല്ലാം ശൈത്താന്റെ ഭാഗത്ത് പണ്ടത്. നല്ല കിനാവുണ്ട്. നിങ്ങൾക്ക് നല്ല കിനാവ് കാണണോ നല്ല കിനാവിൽ വെച്ചിട്ട് ഏറ്റവും നല്ല കിനാവായിട്ടിക്കറ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി പൊന്നാര റസൂലുള്ളാഹിയെ കിനാവ് കാണുക ഭാഗ്യം ഉണ്ടെങ്കിൽ അതിറാണ്ടി ദുനിയാവുൽ നല്ല കിനാവ് ദുനിയാവിൽ ഏതുമില്ല. അപ്പൊ റസൂലുള്ളാഹിയെ കിനാവ് കാണണം. ആ റസൂലുള്ളാഹിയെ കിനാവ് കാണണമെങ്കിൽ ചില നിബന്ധന എല്ലാം ഉണ്ട്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്നാണ് അത് തന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിനാവ് കാണണമെങ്കിൽ എന്താക്കണു ചൊന്നിട്ട് മഹാന്മാർ ചെന്നറാറ്.
അപ്പൊ അങ്ങനെ ആക്കിയിട്ട് ആകുമ്പത്തുക്ക് ചിലപ്പോ കിനാവു റസൂലുള്ളാരെ അള്ളാഹ് നമുക്ക് ആ ഭാഗ്യം നൽകി റഹ്മാനെ. അതെങ്ങനെ റസൂലുള്ളാരെ കിനാവ് കാണുക 3/4 ഭാഗം ചാൻസ് ഉള്ള ചില വിഷയമെല്ലാം ഉണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് തന്റെ കാത്തോണ്ടിക്കറ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോ കിനാവു ചെന്നെങ്കിൽ അത് ഉള്ളതേ ആ കിനാവു നല്ല കിനാവു കാണണമെങ്കിൽ എപ്പോഴും കാണില്ല. നല്ല കിനാവ് എപ്പോഴും കാണല. അത് കാണേണ്ട സമയത്തേ കാണും. കാണേണ്ട രൂപത്തിൽ കിടന്നെങ്കിൽ കാണും. അല്ലാണ്ട് ഇങ്ങനെ ഹാർഡാക്കി കിടന്നത് കൊണ്ട് കിനാവ് നല്ലത് കാണണ്ട ഇല്ല. ശൈത്താന്റെ കിനാവ് എപ്പം കാണും. ശൈത്താന്റെ ഭാഗത്ത് ശൈത്താന്റെ ഭാഗത്ത് കിനാവ് എപ്പം കാണും. അതൊക്കെ ടൈം എന്തും ഇല്ല. അതേ സമയത്ത് നല്ല കിനാവ് കാണണമെങ്കിൽ അതൊക്കെ നിബന്ധന ഉണ്ട്. ഇത് എപ്പ കാണ്ട കിനാവ് ഉസ്താദെ ഈ കിനാവ് കണ്ടെത്ത് എന്തൊരു വ്യാഖ്യാന എന്ത് ഉറക്ക മണ്ണാക്ക് പൊണ്ണാക്ക് അതൊക്കെ വ്യാഖ്യാനമേ ഇല്ല. നല്ല രൂപത്തിൽ കിടക്കണം. കിടക്കുമ്പോൾ ഒലുവോട് കൂടെ കിടക്കണം. ബ്രഷാക്കിട്ട് കിടക്കണം. നല്ല ജാഗയിൽ കിടക്കണം. കിടക്കുമ്പത്തുക്ക് ചൊല്ലേണ്ട ദിക്റുകളും മന്ത്രങ്ങളും മന്ത്രിച്ചിട്ടും ദിക്റ് ചൊന്നിട്ടും തസ്ബീഹ് ചൊന്നിട്ടും കിടക്കണം. ഫാത്തിഹ ഓതിട്ട് ആയത്തുൽ കുർസി ഓതിട്ട് റസൂലുള്ള ചൊന്നതുപോലെ 33 വട്ട സുബ്ഹാനല്ലാഹ്, 33 വട്ട അൽഹംദുലില്ലാഹ്, അതുപോലെ അല്ലാഹു അക്ബർ ഇതെല്ലാം ചൊന്നിട്ടു സ്വലാത്ത് ചൊന്നിട്ടു നല്ല രൂപത്തില് ബിസ്മിക്കല്ലാഹുമ്മ അഹ്യ വ അമൂതു ചെന്നിട്ട് വലത്തെ ഭാഗത്ത് കിടക്കുന്ന രൂപമുണ്ട്. ഏത് രൂപത്തിൽ കിടക്കണുണ്ടോ ഈക്ക് മുന്നുള്ള എപ്പിസോഡ് ആക്കിര ഈക്ക് മുന്നുള്ളവർക്ക് കടത്തിരന്നാണ് എങ്ങനെ കിടക്കണോ അത് തെല്ല് ഓപ്പൺ ആക്കി നോക്കൂ. ആ ലിങ്ക് ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ ആവശ്യപ്പെട്ടെങ്കിൽ ഞാൻ ഇടുവേ. എങ്ങനെ കിടക്കണോ ചെന്നിട്ടുള്ള വീഡിയോ ഞാൻ ആക്കിര. അപ്പൊ അതൊന്ന് കേൾക്കൂ. ആ രൂപത്തിൽ കിടന്നവരാൾ കിടന്നിട്ടാകുമ്പോ നല്ല ഹൈറായ രൂപത്തിൽ കിനാവ് കണ്ടെത്തി. എപ്പോ സ്വബയോടടുത്ത സമയത്ത് സ്വബയ്ക്ക് തെല്ല് മുന്നോളൂ നല്ല കിനാവ് കാണ്ടേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിനാവല്ല ആ ടൈമിലായിട്ട് കാണ്ടേ. സ്വബയോടടുത്ത സമയത്ത് കണ്ട കിനാവ് അത് സത്യമായിട്ട് കിനാവ് അതിലായിട്ട് തഅബീർ നോക്കണായി. അല്ലാണ്ട് എപ്പ കിടന്നേക്ക് തഅബീറല്ല. സ്വബൈ നിസ്കാരം നിസ്കരിക്കാണ്ട് കിടന്നു പറഞ്ഞിട്ടാകുമ്പോ കുറെ കിനാവ് കാണ്ട് ശൈത്താന്റെ ഭാഗത്ത് അതിൽ നല്ല നല്ല കൊശിരതും മിക്കും കൊശി അല്ലാത്തതും മിക്കും. സ്വബൈ നിസ്കാരം നിസ്കരിക്കാണ്ട് അല്ലെങ്കിൽ നിസ്കരിച്ചിട്ടും സ്വബൈക്ക് കിടക്കിറങ്ങുള്ള സ്വബൈ നിസ്കരിച്ചിട്ട് കിടക്കൽ നല്ലല്ല. ഇടീ ഭൂമിയെ ശാപ വെക്കറ് ശൈത്താൻ മൂത്തിരിക്കയുടെ കാതുക് അതെല്ലാം പഠിച്ചിറാറ്. അണ്ടത്തെ 4 ദരിദ്രമുണ്ട്. സ്വബൈ നിസ്കരിച്ചിട്ട് കിടക്കേണ്ട ടൈമേ അല്ല. സ്വബൈ നിസ്കരിച്ചിട്ട് ദിക്റ് ഔറാദെല്ലാക്കോ നല്ല നല്ല ദിക്റെല്ലാം ചെന്നോണ്ടിക്കോണം. അതല്ലാണ്ട് സ്വബൈ നിസ്കരിച്ചിട്ട് കിടന്നുറങ്ങേണ്ട ടൈമല്ല. സ്വബൈ നിസ്കരിച്ചിട്ട് കിടക്കുകയെ തീര അതിൽ പല രൂപത്തിൽ മുസീബത്ത് ഉണ്ട്. അപ്പൊ സ്വബൈ നിസ്കരിച്ച് കിടന്നെങ്കിൽ ശൈത്താന് കൊശിയാവിടും ധാരാളം കിനാവ് കാണാട്ട. ഈ സ്വബൈ നിസ്കാരത്തിൽ പിന്നെ കിടക്കര സ്വഭാവ ഞങ്ങൾക്ക് അല്ലാത്ത ടൈമിലേക്കില്ല. ഈ നോമ്പിൽ ജോറ് അത്താള ഉണ്ടിട്ടു സ്വബൈ നിസ്കരിച്ച് ഓരോ വർക്ക് നോമ്പിൽ വർങ്ങകേ തീര. എന്തായാലും നോമ്പിൽ അമലാക്കേണ്ട തിങ്ങലല്ലേ. അപ്പോ ഇതെല്ലാം മനസ്സിലാക്കണോ. അപ്പൊ കിനാവ് കാണേണ്ട രൂപത്തിൽ കാണണു, കാണേണ്ട സമയത്ത് കാണണു, കാണേണ്ട രൂപത്തിൽ കിടക്കണം. കിടക്കരുതല്ല സമ ആയെങ്കിൽ നല്ല ടൈമിൽ നല്ല കിനാവ് കാണും. ഇത് കിടക്കരുത് വട്ടാരെ കിടന്നെങ്കിൽ ഒട്ടാരെ നിങ്ങൾക്ക് കിനാവ് കാണ്ടെങ്കിൽ ಅದಕ್ಕೆಲ್ಲ തഅബീർ ഉണ്ടോണ്ട് നിങ്ങൾ വിചാരിക്കണ്ട. നല്ല ടൈമിൽ കണ്ട കിനാവുകു നല്ല രൂപത്തിൽ കിടന്നിട്ട മൊത്തു കണ്ട കിനാവുക ആയിട്ടിക്കറ് തഅബീർ നോക്കണേ. അല്ലാത്ത എല്ലാ കിനാവ് ഒട്ടാരെ കിടന്നിട്ട് ഒന്നും ചൊല്ലാണ്ട് അല്ലെങ്കിൽ ഒന്നും എടുക്കാണ്ട് ഒട്ടാരെ കിടന്നെങ്കിൽ ಅದಕ್ಕೆ തഅബീരില്ല. അത് മീന ശൈത്താന്റെ ഭാഗത്തിലായിട്ടിക്കറ കിനാവ് ഉണ്ടാവിടെ. അപ്പൊ ചൊന്നോണ്ട് വന്നതെന്നാണ് നങ്ങ കിടക്കും പോലെ ശരീഅത്തിലെ നിബന്ധന ഒത്തിട്ടു ദീൻ പഠിപ്പാട്ടിയ രൂപത്തിൽ കിടന്നെങ്കിൽ ആ കിനാവുൽ ഹൈറായ സ്വപ്നം കാണ്ട് നല്ല കിനാവെല്ലാം കാണ്ട്. അതേ സമയത്ത് നങ്ങ ഒട്ടാരെ കിടന്നെങ്കിൽ അത് ശൈത്താന്റെ ഭാഗത്ത് കിനാവ് കാണ്ട്. കുറെ കിനാവ് ശൈത്താന്റെ ഭാഗത്ത് കാണ്ട്. പക്ഷെ അതിക്ക് നല്ല കിനാവുണ്ട് നങ്ങ വിചാരിക്കോത്തിയുടെ നല്ല സമയത്തായിട്ടിക്കറ നല്ല കിനാവ് കാണ്ട്. അതും നല്ല രൂപത്തിലേക്ക് കിടക്കണം. നല്ല രൂപത്തിൽ കിടന്നെങ്കിൽ നല്ല കിനാവ് കാണ്ട്. അപ്പൊ നല്ല രൂപത്തിൽ കിടന്നിട്ട് നല്ല കിനാവ് കണ്ടതും അതുപോലെ തന്നെ കിനാവുടെ തഅബീറായിട്ട് മഹാന്മാർ ബഹുമാനപ്പെട്ട വലിയ വലിയ മഹാന്മാർ മൂസദ്ദമീരി അതുപോലെ ഇബ്നു സീരീൻ
റഹ്മഹുമുള്ള ഇതുപോലത്തെ പണ്ഡിതന്മാർ ಅದಕ್ಕೆ വ്യാഖ്യാനം ധാരാളം ചൊല്ലാർ. സ്വപ്ന വ്യാഖ്യാനത്തിന് വേനായിട്ട് പ്രത്യേകമായിട്ട് കിണാവുടെ സംബന്ധമായിട്ടും കിതാബ് ഉണ്ടാക്കിയ മഹാന്മാരുള്ള നിങ്ങൾ നോക്കറു. നിങ്ങളെല്ലാവരും കേട്ടാർ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം കിനാവുടെ വിഷയത്തിൽ വലിയൊരു വ്യാഖ്യാനം ചൊല്ലാളായിട്ട് കേട്ട് പരിശുദ്ധമായ ഖുർആനിൽ വരെ നങ്ങ പഠിച്ചിറ. അപ്പൊ ഏതായാലും കിനാവ് വ്യാഖ്യാനമുണ്ട്. അപ്പൊ നന്റെ ഇണ്ടത്തെ വിഷയ ഇന്റെ മർമ്മമായിട്ട് ഞങ്ങളെല്ലാവരും പഠിക്കണു ചൊല്ല ആഗ്രഹമുള്ളേ സ്വപ്നമായിട്ട് പാമ്പുടെ കിനാവ്. ഒരാൾക്ക് പാമ്പുടെ കിനാവ് കണ്ടെങ്കിൽ അതിന്റെ വ്യാഖ്യാനം എന്തിരെ? ഞങ്ങളെല്ലാവരും പാമ്പുടെ കിനാവ് ചൊല്ലുമ്പോ ഞങ്ങൾക്ക് പെട്ടെന്ന് ഞങ്ങളെ തലക്ക് പോണ്ടേ ശത്രുദോഷമായിട്ടിക്കറ്, ശത്രുമാറുള്ള ചൊല്ല അടയാളമായിട്ടിക്കറുണ്ട്, ഞങ്ങളെ തലക്ക് വേഗം പോണ്ടേ. പക്ഷേ എപ്പോഴും എല്ലാ പാമ്പുടെ കിനാവും ശത്രുദോഷാണ്ട് അർത്ഥം വെക്കൊത്തീരെ. ശത്രുദോഷായിട്ടിക്കറ് മാത്രമേ എല്ലാ പാമ്പ് ഏത് ടൈമിൽ കണ്ടെങ്കിലും അതൊക്കെ ശത്രുദോഷായിട്ട് ചൊന്നിട്ട് അർത്ഥം വെക്കെടുത്ത് തപ്പായിട്ടിക്കറ്. അപ്പോ പാമ്പുടെ കിനാവിലും നല്ല ലക്ഷണമുണ്ട്, അതുപോലെ തന്നെ ദോഷം ഉണ്ട്. ഏതായാലും നാദിനെ വിശദീകരിക്കൂ, ചെറിയ രൂപത്തിൽ വിശദീകരിക്കരുത്. ഒരാള് മഹാന്മാർ ചൊല്ലാർ ഒരു പാമ്പ് ചത്തത് കണ്ടിട്ട്, ഒരു ചത്ത പാമ്പുടെ കിനാവ് കണ്ടിട്ട്, അല്ലെങ്കിൽ ഒരു പാമ്പുടെ കൊള്ളുടേതായിട്ട് ചത്തതായിട്ട് അല്ലെങ്കിൽ കൊള്ളുടേതായിട്ട് കിനാവ് കണ്ടെങ്കിൽ അവനക്കൊരു ശത്രു, ആ ശത്രുവിൽ നിന്ന് അവന് സലാമത്തായ. ഒരു പാമ്പുടെ കൊള്ളുടത് കണ്ടെങ്കിൽ അല്ലെങ്കിൽ ചത്ത പാമ്പ് കണ്ടെങ്കിൽ അതിന്റെ വ്യാഖ്യാനം മഹാന്മാർ ചൊല്ലാറ് അവന് ശത്രുവിൽ നിന്ന് മോചിതനായ, അവനക്കൊരു ശത്രു, ആ ശത്രുവിൽ നിന്ന് സലാമത്തായിട്ടിരിക്കുന്ന അതിനർത്ഥ. അതുപോലെ തന്നെ പാമ്പിടെ പിടിക്കരുത് ഒരാൾ കണ്ടത്, ഒരാൾ പാമ്പിടെ പിടിക്കോ പോണം, ആ പാമ്പിടെ പിടിക്കരുത് ഒരാൾ കണ്ടെങ്കിൽ അവനുകു അതൊരു നല്ല ലക്ഷണമായിട്ടിരിക്കരു. ഒരു ശത്രുയുടെ ഭാഗത്തിൽ നിന്ന് അവനുകൊരു നല്ല ലക്ഷണം കിട്ടും, അവനുക്ക് നല്ല സമ്പത്തി കിട്ടുണ്ടായിട്ടിരിക്കുന്ന മഹാന്മാർ ചൊല്ലാറ്. എങ്ങനെ? ഒരു ശത്രു ഭാഗത്തിൽ നിന്ന് സമ്പത്തി കിട്ടും ഒരു പാമ്പിടെ പിടിക്കരുത് കണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഒരു ബെഡ്റൂമിൽ പാമ്പ് കണ്ടിട്ട്, ഒരു ബെഡ്റൂമുള്ള അല്ലെങ്കിൽ കിടக்கிறതായ ആ ഒരു ബെഡ്ഷീറ്റിൽ പാമ്പ് കണ്ടെങ്കിൽ മാത്തത്ത് ഇമ്രത്തുഹോ പെഞ്ഞായി മരിക്കറുണ്ടായിട്ടിക്കറ്. വ്യാഖ്യാനത്തിലുള്ള അള്ളാഹു കാക്കട്ട് അങ്ങനത്തെ കിനാവ് കാണാണ്ടിക്കട്ട്. അപ്പൊ പെഞ്ഞായി മറിക്കിറിച്ചുള്ള ഒരു വ്യാഖ്യാനം കൂടിയുണ്ട്. അതുപോലെ തന്നെ പാമ്പ് ബാക്കിലെ പണ്ട് ഞങ്ങളെ ബാക്കിലെ പാമ്പ് പണ്ട് കൊണ്ടുള്ള ഇങ്ങനെ ഞങ്ങളെ മുതു പിടിച്ചോണ്ടാ, ഞങ്ങളെ ഓടുപാട്ടിയോണ്ടാ, ഇങ്ങനെല്ലാം വന്നെങ്കിൽ അവനുക്ക് ശത്രുത ഉണ്ട്. അതാ നാ ചൊന്നില്ലത് പാടെ ശത്രുത ഉണ്ടു. അതായിട്ട് ബാക്കിൽ പാമ്പ് ഇങ്ങനെ ചുറ്റിയോണ്ട് കറങ്ങിയോണ്ടുണ്ടെങ്കിൽ അവനുക്ക് ശത്രു ഉണ്ടായിട്ട് അർത്ഥം. അതുപോലെ ഒരാള് പാമ്പുക്ക് ഭക്ഷണം കൊടുക്കൊടുത്തു, പാമ്പുക്ക് ഫുഡ് കൊടുക്കൊടുത്തു, പാമ്പുക്ക് ഫുഡെല്ലാം കൊടുക്കൊടുത്തു കണ്ടെങ്കിൽ, എന്നാൽ സയനാലു റിഫഅത വമൻസിബൻ കബീറ അവനുക്ക് ധാരാളം സ്ഥാനം, അവനുക്ക് നല്ല ഉന്നത സ്ഥാനം കിട്ടുള്ള അടയാളമായിട്ടിക്കറ്. പാമ്പുടെ അവനുക്ക് അധീനത്തിൽ ആ പാമ്പ് അവനിക്ക് എന്തോ ആക്കില്ല ഭക്ഷണം കൊടുത്തോണ്ടുണ്ടു എന്നെങ്കിൽ അവന് വലിയൊരു സ്ഥാനത്തേക്ക് പോണ്ട ലക്ഷണമായിട്ടിക്കറ്. അതുപോലെ തന്നെ ചെറിയ പാമ്പ് കണ്ടെങ്കിൽ അവനുക്ക് പ്രയാസത്തിൽ നിന്ന് ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട് അവനുക്ക് വരൂ. ചെറിയ പാമ്പ് കണ്ടെങ്കിൽ അതിൽ നിന്ന് എന്താ ബുദ്ധിമുട്ട് അവനുകൊണ്ട് അതായിട്ട് അടയാളം. അതുപോലെ തന്നെ ധാരാളം പാമ്പ് അവനുക്ക് കണ്ടോണ്ടിരിക്കും കൃഷിയിലും, അതുപോലെ അവന് അങ്ങാടിയിലും അവനേത് ഹൈറായ സ്വറ ആക്കിക്കൊണ്ടുള്ള അവിടെയുള്ള ധാരാളം ചൊരിച്ചിട്ടുള്ള പാമ്പ്, ഇങ്ങനെ കുറെ പാമ്പ് കണ്ടോണ്ടുണ്ട് എന്നെങ്കിൽ അവനക്ക് ബുദ്ധിമുട്ടെന്താക്കില്ല, അതിങ്ങനെ കണ്ടേ മാത്രം. എന്നാൽ അല റിസ്ഖിൻ വഫീരിൻ വമാലിൻ കബീർ അവനക്ക് ജാസ്തി സമ്പത്തും കിട്ട്, നല്ല നല്ല റിസ്ക്കില് നല്ല വിശാലത കിട്ട്, നല്ല റിസ്ക്കും കിട്ട്, നല്ല സമ്പത്തും കിട്ട്. അതെല്ലാം നല്ല പാമ്പിടെ അതൊരു നല്ല ലക്ഷണമായിട്ടിക്കറ്. അതുപോലെ തന്നെ പാമ്പ് പലക്ക പറയിടത് കണ്ടിട്ട്
കിനാവല്ലേ, കിനാവ് കാണില്ലാണ്ട് ചൊല്ലുകില്ലല്ലേ. പലക വരയിട് പാമ്പു എന്നെങ്കിൽ നല്ലൊരു അഭിപ്രായമായിട്ടിക്കറ്, നല്ല ലക്ഷണമായിട്ടിക്കറ്. അതുപോലെ തന്നെ മങ്ങലാവാത്ത പെണ്ണ് ഒരു പാമ്പ് കണ്ടെങ്കിൽ, മങ്ങലാവാത്ത പെണ്ണ് പാമ്പിടെ കണ്ടെങ്കിൽ ആ പെണ്ണിക്ക് പിർസാക്കര ഒരു വഞ്ചക ഉണ്ടർത്ത. ആ പെണ്ണിടെ പിർസാക്കിക്കൊണ്ടുള്ള ഒരു വഞ്ചക്കൽ നിന്ന് ആ പെണ്ണ് കുടുങ്കുറൂച്ചുള്ള അർത്ഥായിട്ടിക്കറ്. അതുപോലെ തന്നെ ആ പെണ്ണ് വലിയ പാമ്പ് കണ്ടെങ്കിൽ ഭയങ്കര വലിയ ശത്രു വഞ്ചക ഉണ്ടായിട്ടിക്കറ് അർത്ഥ. അതുപോലെ വെളുത്ത പാമ്പ് കണ്ടെങ്കിൽ, വെളുത്ത പാമ്പ്, ആ പെണ്ണ് വെളുത്ത പാമ്പ് കണ്ടെങ്കിലോ എന്നെങ്കിൽ പിന്നെ വഞ്ചനയിൽ നിന്ന് അവള് സലാമത്താവുടാള്, കുടുക്കിൽ നിന്ന് അവള് സലാമത്താവുടാള്. അതുപോലെ തന്നെ കറുത്ത പാമ്പിടെ കണ്ടെത്ത് അല്ലെങ്കിൽ അതിനെ കൊള്ളുടെ കണ്ടെങ്കിൽ പ്രയാസം നിന്ന് ബേജാറിൽ നിന്ന് മോചനം ലഭിക്കും. അത് ആറു കണ്ടെങ്കിലും ഒരു കറുത്ത പാമ്പ് കൊള്ളുടുതും കറുത്ത പാമ്പ് ചാവുടുതെല്ലാം കണ്ടെങ്കിൽ, കറുത്ത പാമ്പെല്ലാം കണ്ടെങ്കിൽ അതൊരു നല്ല ഒരു ലക്ഷണമായിട്ടിക്കറ്. അതുപോലെ തന്നെ പച്ച പാമ്പ്, ഗ്രീൻ പാമ്പ് കണ്ടെത്ത് എന്നെങ്കിൽ തഖ്വ ഉള്ള ഒരാളെ മങ്ങലാവുടെ ചൊല്ല അർത്ഥമായിട്ടിക്കറതിൽ ബണ്ട്. അതുപോലെ തന്നെ കളർ, ഓരോ കളർക്ക് ഓരോ പാമ്പിടെ കളർ ചേഞ്ച് ആകുമ്പോഴത്തേക്കും അതുക്കുള്ള വ്യാഖ്യാനം ചേഞ്ച് ആയിട്ടിക്കറ്. പച്ച പാമ്പ് അങ്ങനെ ആയിട്ടിക്കറ്, നല്ല ഹൈറായിട്ടിക്കറ്. അതുപോലെ മഞ്ഞൾ പാമ്പ് വഞ്ചനയിൽ നിന്ന് ഹൈർ ലഭിക്കറ്, വഞ്ചന ഇല്ലാണ്ടാവുടു. അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് പാമ്പിടെ ലക്ഷണങ്ങളെല്ലാം ചൊല്ലു. ഇങ്ങനെ ചൊല്ലുടെ കൂട്ടത്തിൽ കർപ്പിഞ്ച് പെണ്ണ് ഒരു പാമ്പ് കണ്ടെത്തി, കർപ്പിഞ്ച് പെണ്ണ് പാമ്പ് കണ്ടെങ്കിൽ അത് പിന്നെ ശത്രുണ്ട് അർത്ഥ. അതുപോലെ തന്നെ കർപ്പിഞ്ച് പെണ്ണ് പച്ച പാമ്പ് കണ്ടെങ്കിൽ ഹൈറുണ്ട്, അതിൽ ഹൈറുണ്ട് അർത്ഥ. അതുപോലെ തന്നെ കറുത്ത പാമ്പ് കർപ്പിഞ്ച് പെണ്ണ് കണ്ടെങ്കിൽ അവൾ ചന്തത്തിൽ പെരുവാളുണ്ട് അർത്ഥ. അതുപോലെ തന്നെ ആണിങ്ങളെ ബെഡ്ഷീറ്റിലെല്ലാം പാമ്പ് കണ്ടെങ്കിൽ വളരെ ഡേഞ്ചർ ആയിട്ടിക്കറ്, അതിൽ നിന്ന് മുസീബത്തുണ്ടാവുടു. അതുപോലെ തന്നെ കൊല്ലുടുതു, റാണിങ്ങ കൊല്ലുടുതു കണ്ടത് പാമ്പ്, അതിൽ നിന്ന് വിജയമായിട്ടിക്കറ് ഉണ്ടാവുടെ. ഇങ്ങനെ കുറേ വ്യാഖ്യാനമായിട്ടിക്കറ് പാമ്പിടെ ബഗ്യ ഉള്ളത്. അപ്പൊ കുറേ പാമ്പ് കണ്ടെങ്കിൽ അനുഗ്രഹ, ഔത്തര ഉൽഗത്തിലും പർത്തിലും പാമ്പ് കണ്ടെങ്കിൽ അതിൽ ശത്രുത ഉണ്ട് എന്നുള്ള അർത്ഥമായിട്ടിക്കറ്. അതുപോലെ തന്നെ പാമ്പിൽ നിന്ന് എന്തും ആക്കില്ല, പാമ്പ് കണ്ട മാത്രം അതിൽ നിന്ന് കൊണമേ ഉള്ള, ദോഷന്തും ഇല്ല. ഇതെല്ലാം നങ്ങ മനസ്സിലാക്കണം. ഇങ്ങനെ കുറേ വിഷയം പാമ്പിടെ ബഗ്യ നങ്ങ പഠിക്കുകൊണ്ട് ഏകദേശം സാധാരണ പാമ്പെല്ലാം ഈ രൂപത്തിലായിട്ടിക്കറ് കാണ്ടത്, കിനാവെല്ലാം കാണ്ടത് അതെല്ലാം ഹൈറുമുണ്ട് ഷറുമുണ്ട്. ഏത് പാമ്പിടെ കിനാവ, ഏത് കിനാവ് കണ്ടിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ഇഷാറത്താവും, ഭയങ്കര പേടിച്ചിട്ടിക്കറ. ആ സമയത്ത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലെ, നങ്ങ ഒരു കിണാവ് കണ്ടിട്ട് പേടിച്ചെങ്കിൽ അത് പാമ്പിടേതിട്ടല്ല, ഏതൊരു ആന വന്നിട്ട് കുത്തുറുതു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിന്നെ മൃഗ വന്നിട്ട് കടിക്കെടുത, അല്ലെങ്കിൽ തീ പൂണ്ടത, എന്തെങ്കിലും ഒരു പേടിക്കര പോലത്തെ കിണാവ് കണ്ടെങ്കിൽ നിങ്ങൾ എഞ്ചപ്പലെ നിങ്ങൾ ചൊല്ലറ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ഗളബിഹി വഇഖാബിഹി വശർഇ ഇബാദിഹി വമിൻ ഹമസാത്തി ശയാത്വീനി വഅൻ യഹ്ദുറൂൻ. ഇങ്ങനെ ചൊല്ലോ ഇൻഷാ അല്ലാഹ്. ഇതിൽ ഞാൻ എഴുതിയിട്ട് ഞങ്ങളെ ഈ ഒരു വീഡിയോത്തെ ലാസ്റ്റ് ഇടുവേ. എങ്ങനെ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ഗളബിഹി വഇഖാബിഹി വശർഇ ഇബാദിഹി വമിൻ ഹമസാത്തി ശയാത്വീനി വഅൻ യഹ്ദുറൂൻ. ഇത് ചൊല്ലണോട്ടായിട്ടിരിക്കും. ഇത് ചൊന്നിട്ട് ഊതിയെങ്കിൽ ആ ഒരു അതിൽ നിന്ന് സലാമത്തുണ്ടാവുട്. അതേ സമയത്ത് പിന്നെ അത് ചൊല്ലതായില്ലെങ്കിൽ എണിച്ചിട്ട് എന്താക്കുക, ഇടത്ത ഭാഗത്ത് നോക്കിയിട്ട് ഇടത്ത ഭാഗത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഒരു 3 വട്ടം ചൊന്നിട്ട് തുപ്പിയ പലാക്കൊണ്ട്, ഇങ്ങനെ തുപ്പിയ പലാക്കൊണ്ട് തുപ്പിരണ്ട മുട്ട മാപ്പിളമാറ അല്ലെങ്കിൽ പിഞ്ഞായിമാറ അല്ലെങ്കിൽ ആരെങ്കിലും ഇക്കുവാറ്, അതെല്ലാം ഒരു തുപ്പിയ പല സൂചന ഷെയ്ത്താന്റെ ഓടുപാട്ട് ആ ഒരു സൂചന ആയിട്ടിക്കറ്. അപ്പൊ ഷെയ്ത്താൻ ഭാഗത്തായിട്ടിക്കറ് ഈ പേടിക്കര സ്വപ്നെല്ലാം കാണ്ടേ. അപ്പൊ അത് കണ്ടെങ്കിൽ ഈ ഒരു പരിഹാരം നിങ്ങൾ കാണുമോ. ഏത് കിണാവ് ഹൈറായത് കാണണമെങ്കിൽ കിടക്കുമ്പോഴത്തേക്ക് നല്ല രൂപത്തിൽ കിടക്കണോ. ഷർറായ കിണാവ് കാണ്ടത് ഞങ്ങൾ ഒട്ടാരെ കിടന്നത് കൊണ്ടായിട്ടിക്കറ്. അപ്പൊ നല്ല രൂപത്തിൽ ഞങ്ങൾ എന്താക്കണോ, കിടക്കണോണ്ടായിട്ടിക്കറ്.
അപ്പോൾ എല്ലാ പാമ്പുടെ ശരീരിൽ നിന്ന് ഇപ്പോൾ റിയലി പാമ്പ് കിനാവുലല്ല ഔത്തുലു പാമ്പ് പണ്ട് ചില ഔത്തുകല്ല ചില ജാലിനെപ്പോഴും പാമ്പിക്കറ് അല്ലെങ്കിൽ പാമ്പുടെ പേടിക്കരങ്ങല്ല പ്രത്യേകമായിട്ട് റിഫായി ശേഖര പേരിൽ ഒരു 3 യാസീൻ ഓത്തിട്ട് ഹദിയാക്കൊറു ഏത് പാമ്പുടെ ഷർമിക്കല്ലേ റിഫായി ശേഖര പേരിൽ 3 യാസീൻ ഓതോറു അതുപോലെ ഹദ്ദാദ് റാത്തീബ് ചൊല്ലറു ഇതെല്ലാം ആക്കിയെങ്കിൽ പാമ്പുടെ കിനാവിൽ നിന്ന് സലാമത്താവാ. പിന്നെ ഔത്തര ബായിൽ ഗടെല്ലാം നല്ലയിൽ വേണു ഈ പിന്നെ ചെപ്പരിക അതുപോലെ തന്നെ മടല് ഇതുപോലത്തെ റാസിട്ടിട്ടുണ്ടെങ്കിൽ ഏത് പാമ്പ് വന്നിട്ട് നൂലൊക്കെ സൗകര്യമാവുള്ളൂ. അതെല്ലാം ഔത്തര ചുറ്റുഭാഗം ക്ലിയർ വെക്കണോ. ഒരു മുദ്ദ പോലെ ഉണ്ടെങ്കിൽ പാമ്പ് പറഞ്ഞപ്പോൾ സൗകര്യമാവുള്ളൂ. അതുപോലെ തന്നെ പാമ്പ് വറാണ്ടിക്കൊക്കെ ചില സസ്യങ്ങൾ ഗിടങ്ങൾ കിട്ട് അതെല്ലാം കൊടുന്നിട്ട് നട്ടെങ്കിൽ പാമ്പിൽ നിന്ന് സലാമത്താവാ. അള്ളാഹു ഞങ്ങളെല്ലാം സലാമത്താക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. പിന്നീട് നല്ലൊരു എപ്പിസോഡായിട്ട് ഞാൻ ഇനി ബണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.